കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. ഹനുമാൻ അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. സകലവിധ യുദ്ധമുറകളും തത്വശാസ്ത്രങ്ങളും കലകളും അഭ്യസിച്ചു കഴിഞ്ഞ ഹനുമാന് വനവാസം മടുത്തു. അദ്ദേഹം പിതാവായ വായുഭഗവാനെ ദർശിച്ചു വണങ്ങി ലോകസഞ്ചാരം നടത്താൻ അനുവാദം ചോദിച്ചു. പുത്രന്റെ ആഗ്രഹമറിഞ്ഞ പിതാവ് മകനെ ആശീർവദിച്ച് അനുവാദം നൽകി. കൂടെ ഒരു ഉപദേശവും: യാത്രക്കിടയിൽ മറ്റെന്തെങ്കിലും വിദ്യകൾ അഭ്യസിക്കാനുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക. ലോകസഞ്ചാരം തുടങ്ങുന്നതിനു മുമ്പ് കിഷ്കിന്ധയിൽ ചെന്ന് അവിടുത്തെ രാജാവായ അതിശക്തനായ ബാലിയുടെ അനുജൻ സുഗ്രീവനുമായി സൗഹൃദബന്ധം ഉറപ്പിക്കൂ. പിതാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് വനത്തിലെ മൃഗങ്ങളോടും പക്ഷികളോടും മറ്റു ജീവജാലങ്ങളോടും യാത്ര പറഞ്ഞ് ഹനുമാൻ യാത്ര ആരംഭിച്ചു. കാതങ്ങൾ താണ്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ ഒരു കാട്ടരുവി കണ്ടു. ജലം കുടിച്ച് ദാഹശമനം വരുത്താമെന്ന് കരുതി ആ അരുവിക്ക് സമീപത്തെത്തി കൈക്കുമ്പിളിൽ ജലം നിറച്ച് മുഖത്തേക്ക് അടുപ്പിച്ചതും 4 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ഒരലർച്ചയോടുകൂടിയുള്ള വാക്കുകൾ കേട്ടു. ആ വാക്കുകൾ ഹനുമാൻ ശ്രവിച്ചു: എൻ്റെ അനുവാദമില്ലാതെ ആ ജലം കുടിക്കരുത്. ഹനുമാൻ ചുറ്റിനും നോക്കി. ആരെയും കാണുന്നില്ല. ഹനുമാൻ പിന്മാറാൻ തയ്യാറായില്ല. ഒളിച്ചിരുന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്ന ഭീരു, ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വരൂ. അപ്പോഴതാ അന്തരീക്ഷത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അട്ടഹാസത്തോടെ ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു രാക്ഷസനായിരുന്നു. രാക്ഷസന്റെ വരവിൽ ചെറുവൃക്ഷങ്ങൾ കടപുഴകി വീണു. പക്ഷിമൃഗാദികൾ ജീവനും കൊണ്ടോടി. ഭീകരരൂപിയായ രാക്ഷസനെ ഹനുമാൻ കണ്ടു. തോളറ്റം വരെ ജട പിടിച്ചു കിടന്ന രാക്ഷസന്റെ മുടിക്കെട്ടിൽ ധാരാളം പക്ഷികൾ കൂടുവെച്ചിരുന്നു. വികൃതമായ ശരീരം, കൈകളിൽ കൂർത്തു വളർന്ന നഖങ്ങൾ, അതിൽ പച്ചമാംസം പറ്റിപ്പിടിച്ചിരിക്കുന്നു. അസഹനീയമായ ദുർഗന്ധം. ഹനുമാന് അറപ്പും വെറുപ്പും തോന്നി. എങ്കിലും ചോദിച്ചു: ആരാണ് നീ? ആ ചോദ്യം രാക്ഷസന് തീരെ രസിച്ചില്ല. എൻ്റെ വനത്തിൽ പ്രവേശിച്ച് എന്നെ ചോദ്യം ചെയ്യുന്നു. അട്ടഹസിച്ചുകൊണ്ട് ഹനുമാന്റെ നേരെ ചീറിയടുത്തു. പിന്നീട് അവിടെ ഒരു ഘോര യുദ്ധം തന്നെ നടന്നു. തുല്യ ശക്തികളായ ഇവർ തമ്മിലുള്ള യുദ്ധം നാഴികളോളം നീണ്ടു നിന്നു. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്തോടുകൂടി മാത്രമേ ഈ രാക്ഷസനെ നിഗ്രഹിക്കാൻ കഴിയൂ എന്ന് ഹനുമാൻ മനസ്സിലാക്കി. പക്ഷേ പരമേശ്വരനെ ധ്യാനിക്കാൻ ഒരു നിമിഷം പോലും ലഭിക്കുന്നില്ല. അവസാനം സർവശക്തിയുമെടുത്ത് രാക്ഷസനെ ചുഴറ്റിയെറിഞ്ഞ് ഒരു നിമിഷത്തേക്ക് ഹനുമാൻ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു. എന്നിട്ട് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് ഒരു ദർഭ പറിച്ചെടുത്ത് പാശുപതാസ്ത്രമാണെന്ന് സങ്കല്പിച്ച് തൻ്റെ നേരെ അട്ടഹാസത്തോടെ പാഞ്ഞെടുക്കുന്ന രാക്ഷസന്റെ നേരെ പ്രയോഗിച്ചു. ഒരു പർവ്വതം പോലെ രാക്ഷസൻ നിലം പതിച്ചു. രാക്ഷസന്റെ ശരീരത്തിൽ നിന്നും ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു. ഹനുമാൻ അത്ഭുത സ്തംഭനായി നോക്കി നിന്നു. ആ വെളിച്ചം മഹാ തേജസ്വിയായ ഒരു ദേവകുമാരനായി മാറി. അദ്ദേഹം ഹനുമാനെ വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു: വീര ഹനുമാൻ, അങ്ങയുടെ ശക്തിയാൽ എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. ഞാനൊരു ഗന്ധർവ കുമാരനാണ്. ഞാൻ പ്രായചാബല്യത്താൽ ഒരു മുനികുമാരിയെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ മുനിശാപത്താൽ രാക്ഷസനായി തീർന്നു. ക്ഷമയാചിച്ചപ്പോൾ ശിവാംശജനായ ഒരു വീരൻ ദർഭ പ്രയോഗിക്കുന്ന അവസരത്തിൽ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ ഞാനിതാ ശാപമോചിതനായിരിക്കുന്നു. 3 ലോകങ്ങളും എന്നും പ്രശംസിക്കുമാറാകട്ടെ. ഗന്ധർവകുമാരൻ ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയായി. ശ്രീ ഹനുമാനാകട്ടെ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചു വണങ്ങി വിശപ്പും ദാഹവും തീർത്ത് യാത്ര തുടർന്നു. അടുത്ത മനോഹരമായ കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.